പൗലപ്പോസ്തലൻ ലേഖനമെല്ലാം എഴുതിയിട്ട് രത്ന ചുരുക്കമായി ഗലാത്യ സഭയോട് ഒരു ചോദ്യം ചോദിക്കും. ഈ സത്യം അനുസരിക്കാതിരുപ്പാൻ നിങ്ങളെ തടുത്തത് ആർ? ആമേൻ. ഗലാത്യർ 5-ാം അധ്യായം 7-ാം വചനത്തിൽ ആ മധുരവചനമുണ്ട്. ഗലാത്യർ 5:7 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, ഞാൻ നിങ്ങളോട് വിവരിച്ച ഈ സത്യം നിങ്ങൾ അനുസരിക്കാതിരുപ്പാൻ, വിശ്വാസ ജീവിതത്തിൽ ഇടയിൽ വിട്ടോടുവാൻ, ദൈവത്തിന് പുറംകാട്ടി ജീവിപ്പാൻ, അനുസരിക്കാതിരുപ്പാൻ നിങ്ങളെ ആർ തടുത്ത്? ദൈവത്തെ അനുസരിക്കാതിരുപ്പാൻ, ദൈവശബ്ദം കേട്ട് അതുപോലെ വിട്ടുവിടുവാൻ, സത്യം അനുസരിക്കാതിരുപ്പാൻ നമ്മെ തടുക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ട്. ഒന്ന്, നമ്മുടെ ഹൃദയ കാഠിന്യം. ആമേൻ. 2, നമ്മുടെ നിഗളഭാവം. 3, ലോകത്തോടുള്ള അതിർവിട്ട സ്നേഹം. 4, സ്വന്തം വിവേകം. ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെയുള്ള സ്വന്തം, യു ആർ ലീനിങ് ഓൺ യുവർ ഇന്റലക്ച്വൽ പവർ. സ്വന്തം വിവേകം, സ്വന്തം വിവേകത്തിൽ ഊന്നി ജീവിക്കുക. ഹൃദയ കാഠിന്യം, നിഗളഭാവം, ലോകസ്നേഹം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സ്വന്തം വിവേകം. ഒന്നാമത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന എബ്രായർ 3-ാം അധ്യായം 8-ാം വചനത്തിൽ സത്യം അനുസരിക്കാതിരുപ്പാൻ നമ്മെ തടുക്കുന്ന ആദ്യ ഘടകം മനുഷ്യന്റെ ഹൃദയ കാഠിന്യം. കർത്താവ് ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിക്കും, ഇരുളിൻ്റെ കരത്തിൽ നിന്ന് മോചിക്കുമെന്ന് പറഞ്ഞ ആ നാളികയിൽ തന്നെ 430 ആണ്ടുകൾ ബാർഡർ കഴിഞ്ഞ ആ രാത്രിയിൽ തന്നെ തൻ്റെ ജനത്തെ ദൈവം മോചിച്ച് തൻ്റെ വാക്ക് വലിയവനായ ദൈവം പാലിച്ചു. ദൈവം അവർ പുറപ്പെടുമ്പോൾ പറയുന്നത്, ഏത് അവസ്ഥ വന്നാലും എൻ്റെ മക്കളെ പുറകോട്ട് നോക്കരുതേ. പുറപ്പാട് 14:15. Moses tell them to go ever forward, never go back. Never go back. നീ കരയുന്നത് എന്ത് മോശേ? നീ നിലവിളിക്കുന്നത് എന്ത് മോശേ? എൻ്റെ ജനത്തോട് നീ പറയണം, പുറകിൽ നോക്കരുത്. പുറപ്പാട് 14:15 നമ്മെ പഠിപ്പിക്കുന്നു, മുമ്പിലേക്ക് പോകുവാൻ അവരോട് നീ പറയുക. അനുനിമിഷം ദിവസം പ്രതി ഈ ജനം കാണിച്ചു കൂട്ടിയത് ആ വാക്കിനോടുള്ള ഒരു വെല്ലുവിളി. നിന്ന് കൂട്ടം കൂടി എപ്പോഴും പുറപുറത്ത് നമുക്ക് മടങ്ങിപ്പോകാമെന്ന് തീർമാനമെടുത്ത് സംഖ്യ 14:4 we will stop here, we will take a decision, we will find out the captain among us and we will go back. നമുക്കൊരു തലവനെ നിശ്ചയിച്ച് പുറകോട്ട് മടങ്ങിപ്പോകാം. ഹൃദയത്തിൻ്റെ കാഠിന്യം ലോകത്തിൽ ഉള്ള മറ്റാളുകളെ പോലെ അല്ല തൻ്റെ ഇസ്രായേൽ ജനത്തെ അന്നും ഇന്നും. ആമേൻ. അന്നും ഇന്നും ഇസ്രായേൽ ജനത്തെ എൻ്റെ ദൈവം പോറ്റി പുലർത്തുന്നത്. നീ പുതിയ നിയമ ഇസ്രായേൽ ജനമാണ്. നിന്നവൻ കൈയൊഴിയുമോ? നിന്നവൻ ഉപേക്ഷിക്കുമോ? ബൈബിൾ വീണ്ടും വീണ്ടും ആവർത്തനം 7:6, പുറപ്പാട് 19:5 കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ജനം എൻ്റെ ജനം, എൻ്റെ ജനം. പുറപ്പാട് 3:7 മൈ പീപ്പിൾ, മൈ ജനറേഷൻ. 2 എൻ്റെ സ്വന്തം ജനം. ആമേൻ. ഈ ഇസ്രായേൽ ജനം ദൈവം അരുളി ചെയ്യുന്ന എൻ്റെ ജനം, എൻ്റെ സ്വന്തം ജനം. എന്നാൽ
തിരഞ്ഞെടുക്കപ്പെട്ട ജനം, എൻ്റെ പ്രത്യേക സമ്പത്തായ ജനം. മറക്കരുത്, മറക്കരുത്. ഈ വാക്തത്വം നിനക്കും എനിക്കുമുള്ളതാണ്. ആമേൻ. നീ അവനുള്ളവൻ, നീ അവന്റെ സ്വന്തം, നീ അവനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, നീ അവന്റെ പ്രത്യേക സമ്പത്ത്. സ്വന്തം ജനം, ദൈവത്തിൻ്റെ ജനം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്ത്. അങ്ങനെയാണെങ്കിൽ മോശയോട് കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ ഭരിക്കുന്ന രാജ ഞാനാണ്. ആമേൻ, ആമേൻ. നിങ്ങളെ നയിക്കുന്ന ദൈവം, രാജാതി രാജാവും ഞാൻ തന്നെ. ഫിലിസ്തീർക്കും അമേൽക്കിയ ജാതി ജനത്തിനും മറ്റാളുകൾക്കും ഉള്ളതുപോൽ ഒരു അരസൻ, ഒരു രാജ, അത് ഞാൻ തന്നെയാണ്. ആമേൻ. രാജാതി രാജാവും ഞാൻ തന്നെയാണ്. ഇവിടെ ഹൃദയ കാഠിന്യ മുഖാന്തരം 1 സാമുവേൽ 8-ാം അധ്യായം 6-ാം വചനത്തിൽ, 1 സാമുവേൽ 8-ാം അധ്യായം 19-ാം വചനത്തിൽ, 1 സാമുവേൽ 8-ാം അധ്യായം 20-ാം വചനത്തിൽ വീണ്ടും വീണ്ടും 3 പ്രാവശ്യം ബഹളം കൂട്ടി, അവർക്ക് ഉള്ളതുപോൽ ഞങ്ങൾക്കും ഒരു മനുഷ്യ രാജാവിനെ തരണമേ എന്ന് നിലവിളിച്ചു. അവർക്ക് ഉള്ളതുപോൽ ഒരു വിഗ്രഹ ദൈവത്തെ, പുറപ്പാട് 32-ൽ ഞങ്ങൾക്ക് തരണമേ. They disowned God the King and King of Kings. രാജാവിനെ, ദൈവമാം രാജാവിനെ, രാജാതി രാജാവാം ദൈവത്തെ അവർ വിട്ട് ഓടി, വിലകി, ഉപേക്ഷിച്ചു. ഹൃദയ കാഠിന്യം. ദിവസം പ്രതി മന്ന സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെടും മുമ്പ് ഒരു ഫ്രിഡ്ജ്, മണൽ തറയിൽ മഞ്ഞിൻ്റെ ഒരു കിടപ്പ്, ഫ്രിഡ്ജ്. മഞ്ഞിനെ വർഷിപ്പിച്ചിട്ട് മന്നയിൽ മണ്ണോ അഴുക്കോ പെടാതിരുപ്പാൻ മഞ്ഞിൻ്റെ മുകളിൽ ദൈവം മന്നയെ വർഷിപ്പിച്ചു. അപ്പാ അങ്ങേക്ക് സ്തുതി. അവർക്കത് മടുത്ത്, we want flesh meat. ഞങ്ങൾക്ക് ഇറച്ചി വേണം. ഇറച്ചി തിന്നുമ്പോൾ പല്ലിൻ്റെ ഇടയ്ക്ക് ഇരുന്നപ്പോൾ തന്നെ ഇറച്ചിയും മന്നയും തന്ന ദൈവത്തെ അവർ പിറുപിറുത്ത്. സംഖ്യ 11:33. ഹൃദയ കാഠിന്യം നിമിത്തം സത്യത്തോട് ദൈവസന്നിധിയിൽ അനുസരിക്കാതിരുപ്പാൻ അവർ എതിർത്ത് നിൽക്കുന്ന ഈനോക്കിനെ പോലെ. സഹോദരങ്ങളെ, ദൈവത്തോട് നമുക്ക് ആത്മബന്ധം പുലർത്താം. ഈനോക്കിനെ പോലെ, ആബ്രഹാമിനെ പോലെ ദൈവത്തോട് നമുക്ക് സഹിത്വമുള്ളവരായിരിക്കാം. ജോസേപ്പിനെ പോലെ ദൈവസന്നിധി നമുക്ക് അനുസരണം കാണിക്കാം. മോശയെ പോലെ ഈ ഭൂമിയിലെ ഏറ്റവും അധികം താഴ്മ ഉള്ളവരായി മാറാം. അവൻ്റെ ശബ്ദത്തിങ്കൽ എതിർത്ത് നിൽക്കരുതേ, നമുക്ക് അനുസരിക്കാം. രണ്ടാമത് നിഗളഭാവം. മനുഷ്യൻ ഏതിൽ നിഗളിക്കുന്നു? ജെറേമിയ 9:23 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, നിഗളിക്കരുത്. ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്, നിഗളിക്കരുത്. ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, നിഗളിക്കരുത്. പ്രശംസിക്കുന്നവൻ, നിന്റെ മുകളിൽ ഒരു ദൈവമുണ്ട്, അത് മറക്കരുത്. നിന്റെ മുകളിൽ ഒരു ഏക സത്യ ദൈവമുണ്ട്. അവൻ ജെറമ്യ 9:23 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു, അവൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു
എന്നുള്ള സത്യത്തെ ഗ്രഹിക്കുന്നതിൽ തന്നെ നീ പ്രശംസിക്കണം, അല്ലെങ്കിൽ പിടിവിട്ടു പോകും. എന്തെങ്കിലും ഉള്ളതിൽ ആൺമക്കളോ പെൺമക്കളോ സുന്ദരനോ സുന്ദരിയോ വീടോ വീടുകളോ ഡോക്ടറേറ്റോ പഠിത്തമോ ആരോഗ്യമോ എല്ലാം ബാങ്ക് ബാലൻസോ എന്തെങ്കിലും ഉള്ളതിൽ നീ പ്രശംസിക്കാതെ അത് തന്ന ഒരു ദൈവമുണ്ടല്ലോ, കൈകളെ തട്ടി അവനിൽ പ്രശംസിക്കുക, അവനിൽ പ്രശംസിക്കുക. അല്ലാത്തതിന്റെ പേര് നിഹളഭാവം, അഹങ്കാരം. യാക്കോബ് 4:6, 1 പത്രോസ് 5:5 ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മ ഉള്ളവർക്കോ ദൈവം കൃപ കാട്ടുന്നു. ആമേൻ. ദൈവം കൃപ ചെയ്താൽ അവന് ഉയർച്ച, അവന്റെ തലമുറയ്ക്ക് ഉയർച്ച, അവനും അവളും അനുഗ്രഹം. മിഖായേൽ ദൈവത്തിൻ്റെ യുദ്ധം ചെയ്യുന്നവൻ മിഖായേൽ. ഗബ്രിയേൽ ദൈവത്തിൻ്റെ ദൂത് വാഹിനി. ഇതിൻ്റെ ഇടയ്ക്കൊരു വിദ്വാനുണ്ട്, അത് മലയാളത്തിൽ നല്ല ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. ഐശയ്യാ 14:12 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന അരുണോയ പുത്രനായ ശുക്രൻ. ഐശയ്യാ 14:12 അരുണോയ പുത്രനായ ശുക്രൻ മിഖായേലിനെ പോലെ ഗബ്രിയേലിനെ പോലെ ഒരു ഡിവൈൻ കർത്തവ്യത്തിനായി സ്വർഗത്തിലെ ദൈവം നിയോഗം ചെയ്ത്, അവൻ്റെ പേര് ഇംഗ്ലീഷ് ബൈബിളിൽ ലൂസിഫർ. ലൂസിഫർ ദാരിദ്ര്യവാസിയല്ല, ലോകസമ്പന്നൻ. the most richest. എസെക്കിയേൽ 28:13 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന വജ്രം മുതൽ മാണിക്യം വരെ അവൻ്റെ വസ്ത്രം അവനെ മൂടിയിരിക്കും. ദ മോസ്റ്റ് റിച്ചസ്റ്റ്. അതിന് തൊട്ടുമുള്ള വചനം പഠിപ്പിക്കുന്ന അവൻ ജ്ഞാനസമ്പൂർണൻ, സൗന്ദര്യ സമ്പൂർണൻ. ഇനി എന്ത് വേണം? പണമുണ്ട്, സമ്പത്തുണ്ട്, ബുദ്ധി ഉണ്ട്, സൗന്ദര്യമുണ്ട്. ഇതെല്ലാം ഉണ്ടായപ്പോൾ ഐശയ്യാ 14 എസെക്കിയേൽ 28 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പറഞ്ഞ, ഹൃദയത്തിൽ ഗർവിച്ച് പറഞ്ഞ ഒരു വാക്ക്, ഞാൻ ദൈവത്തിന് സമനാകും. പണമുണ്ട്, ബലമുണ്ട്, ധനമുണ്ട്, ആരോഗ്യമുണ്ട്. അവൻ ഉള്ളിൽ ഗർവിച്ച് പറഞ്ഞത് സ്വർഗം അറിഞ്ഞ്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഐശയ്യാ 14:13 ദൈവം അവനെ വെട്ടി നിലത്തിൽ തള്ളിയിട്ട്, അവനാണ് ഇന്നത്തെ പിശാച്. ആമേൻ. നിഗളഭാവം നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ഗർവം നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ദൈവ ശബ്ദം ശ്രദ്ധിച്ച് കേട്ടനുസരിക്കാതിരുപ്പാൻ നിന്നെ പിടിച്ചു വയ്ക്കും. ഹൃദയ കാഠിന്യം അനുസരിക്കാതിരുപ്പാൻ, വചനം അനുസരിക്കാതിരുപ്പാൻ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, നിന്നെ തടുക്കും. മൂന്നാമത് ലോകസ്നേഹം. യാക്കോബ് ലേഖനം 4 വചനം നമ്മ പഠിപ്പിക്കുന്നു, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ് ഈസ് എനിമിറ്റി വിത്ത് ഗാഡ്. മനസ്സിലായോ? ആമേൻ. ലോകസ്നേഹം ഈ സത്യ ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിൽ എന്തുകൊണ്ട്? കൺമോഹമുണ്ട്, ജഡമോഹമുണ്ട്, ജീവനത്തിൻ്റെ പ്രതാപമുണ്ട്. 1 യോഹന്നാൻ 2:15 ഇത് 3 കവിഞ്ഞ് വേറെ ഒന്നും ഇവിടെയില്ല. ആകയാൽ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലപ്പോസ്തലൻ എഴുതുന്നു, നിങ്ങളുടെ ശ്രദ്ധ ഉയരത്തിലാകണം, ഭൂമിയിലാകരുത്.
ഇത് തീക്കായി ഈ ഭൂമി ദൈവം വച്ചിരിക്കുന്നു. സെറ്റ് യുവർ അഫെക്ഷൻ, കൊലോസ്യർ 3:2. സെറ്റ് യുവർ അഫെക്ഷൻ ഓൺ ഹൈ, നോട്ട് ഓൺ ദി എർത്ത്. നിങ്ങളുടെ ഗംഭം, നിങ്ങളുടെ ഉല്ലാസം, നിങ്ങളുടെ ആനന്ദം ഭൂമിയിൽ നശിച്ചു പോകുന്ന കൺമോഹം ജഡമുഖത്തിലല്ല, ഉയരത്തിലെ ഒരു ദൈവമുണ്ട്, സ്നേഹസ്വരൂപൻ. അവനിൽ തന്നെ നിന്റെ മോഹം ആയിരിക്കണം. ആമേൻ. ഹൃദയ കാഠിന്യം, നിഹളഭാവം, ലോകത്തോടുള്ള കമ്പം. നാലാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സദൃശവാക്യം 3-5 വചനത്തിൽ ഒരു ഭയങ്കര മർമ്മം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നീ നിന്റെ സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. ആമേൻ. ഉള്ളു തുറന്ന് പൂർണ്ണമായി നിന്റെ നന്മയെ കരുതി ഈ ഭൂമിയിൽ മനുഷ്യനായി ഇറങ്ങി വന്ന് സത്യ നിത്യ ദൈവം യേശുവിന് നിന്റെ ഉള്ളു പൂർണ്ണമായി തുറന്നു കൊടുക്കുക. സൗലിനെ രാജാവാക്കിയ ദൈവം അരുളി ചെയ്ത്, സൗലിന്റെ മിഷൻ, എന്റെ ജനം വാഗ്ദത്തത്തെ നോക്കി ഭൂമി നോക്കി വരുമ്പോൾ ഒരു ജാതി ജനം അവരെ വഴിമറച്ച് തടസ്സപ്പെടുത്തി അവർക്ക് നീ പകരം വീട്ടണം. ദാറ്റ് ഈസ് എ ഫസ്റ്റ് അസൈൻമെന്റ്. ഇവൻ തല കുനിക്കി ഞാൻ ചെയ്തോളാം എന്ന് യുദ്ധത്തിൽ പോയി ജയിച്ചടക്കുവാൻ മാത്രമല്ല അരുളി ചെയ്ത് നിർമൂലമാക്കുവാൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവ കൽപ്പനയ്ക്ക് വിരോധമായി സ്വന്തം വിവേകത്തിൽ ഇവൻ ഊന്നി ജയിച്ചടക്കി ദൈവം അരുളി ചെയ്തതോ സർവത്തെയും കൊന്നുകളയുക. ഇവനോ മേൽത്തരമായ ആട് മാട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ജീവനോട് കൊണ്ടുവന്ന് അത് തന്നെ അവൻ്റെ പരാജയമായി സ്വർഗം കണക്കെടുത്ത്. ആമേൻ. സത്യം അനുസരിക്കാതിരുപ്പാൻ നിന്നെ തടുത്തത് ആര്? ഗലാത്യർ 5:7. സത്യം ദൈവ ശബ്ദം അനുസരിക്കാതിരുപ്പാൻ ദൈവ പൈതലേ നിന്നെ തടുത്തത് ആര്? ഹൃദയ കാഠിന്യമാണോ? നിഗളഭാവമാണോ? ലോക സ്നേഹമാണോ? ഉന്നത ഭാവമാണോ? വിട്ടുവരുക. ഈ ദുർസ്വഭാവം ഉള്ള ഒരുത്തനും ഒരു സഹോദരിക്കും ഒരു സഹോദരനും ദൈവം അനുകൂലമായി ഇരിക്കുവാൻ കഴിയുകയേയില്ല. ജോഷുവയ്ക്ക് കിട്ടിയതുപോലൊരു മാനം മരുഭൂമിയിൽ നിന്ന് ജോഷുവ നിലവിളിക്കുന്ന, ഏ സൂര്യ നീ നിൽക്കുക, ഏ സൂര്യ നീ നിൽക്കുക. ജോഷുവ 10:14 അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവന്റെ നിലവിളി ദൈവം കേട്ട് ദൈവം അനുസരിച്ച് കൈകളെ തട്ടി. ഭക്തന്റെ നിലവിളി ദൈവം കേട്ട് ദൈവം അനുസരിച്ച്. ഇവിടെ ഒരു പട്ടാളക്കാരൻ്റെ കുടുംബം ഇവിടെ വരാറുണ്ട്. അവർക്ക് മോന് വിവാഹം നിശ്ചയമായി. മോന് സ്വന്തമായി ഒരു ഭവനം വയ്ക്കുവാൻ തീരുമാനിച്ച് പുരോഹിതനെ കൊണ്ടുവന്ന് അതിൻ്റെ കാർണർ സ്റ്റോൺ മൂലക്കല്ല് ഇടുന്ന നാൾ, ബേസ്മെൻറ്റിൻ്റെ മൂലക്കല്ല് ഇടുന്ന നാൾ, മോൻ പട്ടാളത്തിൽ കാശ്മീരിൽ, ഇവിടെ മൂലക്കല്ല് ഇടുമ്പോൾ അവൻ ഊമയായി. പട്ടാളം ഓട്ടം തുടങ്ങി. പട്ടാള മേധാവി വീട്ടിൽ വിളിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകളാണല്ലോ, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മോൻ ഇത്ര സമയം മുതൽ ഊമയായി. ഇവിടെ ബേസ്മെൻ്റ് ഇടുമ്പോൾ അവന് കെട്ടി, പിശാസ് കെട്ടി, ഇവനൊരു നന്മ അനുഭവിക്കാതിരിപ്പാൻ. അപ്പോഴാണ്, ബ്രദർ, അവിടെ നിങ്ങൾക്ക് പോകാൻ കഴിയത്തില്ല.
ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിച്ച സെക്കൻഡിൽ കാശ്മീരിൽ ഇരുന്ന പട്ടക്കാരൻ്റെ ഊമക്കെട്ടുകൾ പൊട്ടി അവൻ സംസാരിക്കാൻ തുടങ്ങി. ആമേൻ, ആമേൻ, ആമേൻ. നീ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, നീ ക്രിസ്തുവിൽ മരിപ്പാൻ, നീ ക്രിസ്തുവിൽ ഉണരുവാൻ, നീ ക്രിസ്തുവിൽ സദാകാലം സ്വർഗത്തിൽ ഇരുപ്പാൻ വേണ്ടിയാണ് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നത്. അല്ലാതെ കിട്ടിച്ചിട പൂച്ചക്കുട്ടി എന്ന് വിട്ടിട്ട് ഓടുവാനല്ല. വിട്ടിട്ട് ഓടുന്ന ഒരുവനെയും ദൈവം വിടുന്നതായി ഉദ്ദേശമില്ല. ആമേൻ. കൈതട്ട് വരുന്നില്ല, സ്തുതി സ്തോത്രം വരുന്നില്ല. ആമേൻ. കേട്ട് അനുസരിച്ച്. ജോഷിയുടെ ദൈവമാണ് സുന്ദർ സിംഗിന്റെ ദൈവം. സുന്ദർ സിംഗിന്റെ ദൈവമാണ് നിന്റെ ദൈവം. കേട്ട്, നിന്റെ നിലവിളി കേട്ട് അനുസരിക്കുന്നവൻ, നിന്റെ നിലവിളിയും പ്രാർത്ഥനയും യാചനയും അവൻ കേട്ട് നിന്നെ അനുസരിക്കണമെങ്കിൽ നീ അവന്റെ വചനം കേട്ട് നീയും അനുസരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.